ഈ ഒരു സ്ഥലം ഊട്ടിയിലും കൊടൈക്കനാലും ഒന്നുമല്ല കേട്ടോ, വാൾപ്പാറയുമല്ല, പിന്നെ ഇവിടെ മൂന്നാറോ വാഗമണോ ഒന്നുമല്ല. ഇത് നമ്മുടെ തൊട്ടടുത്ത്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്ന തരത്തിലുള്ള അത്രക്കും തൊട്ടടുത്തുള്ള മനോഹരമായ ഒരു സ്ഥലമാണിത്. വെറും 3-4 മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന മനോഹരമായ ഒരു പുതിയൊരു സ്പോട്ട് ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു. ഹലോ ഗൈസ്, ജാമങ്ങളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു റൂട്ട് പരിചയപ്പെടുത്തി തരാം. പുതിയ റൂട്ട് പറഞ്ഞാൽ ഊട്ടി മൈസൂരൊക്കെ പോകുമ്പോൾ നമ്മുടെ നാടുകാണി ചുരം കയറിയോടെ തന്നെ ഗൂഡല്ലൂർക്ക് എത്തുന്നതിന് മുമ്പ് ചുരം കയറിയോടെ ഒരു പെട്രോൾ പമ്പ് കാണാം. ആ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് പോകുന്നുണ്ട്, ദേവാല ഹട്ടി. അതിമനോഹരമായൊരു റൂട്ടാണ്, കാണാൻ നല്ല ഭംഗിയുള്ള, രണ്ട് സൈഡും നല്ല തേയിലത്തോട്ടങ്ങളും നിറയെ മലകളും കുന്നുകളും വെള്ളച്ചാട്ടവും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ അടങ്ങിയ ഒരു കിടിലൻ റൂട്ട്. അധികമാർക്കും അറിയപ്പെടാത്ത മനോഹരമായ റൂട്ടാണ് ഈ ദേവാല ഹട്ടി. അവിടുത്തെ നിങ്ങളുടെ ഊട്ടി ട്രിപ്പിലൊക്കെ ഈ ഒരു റൂട്ട് ഉൾപ്പെടുത്താൻ പോകുന്ന വഴി തന്നെയാണ്. കാണാൻ നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയാൽ സുന്ദരമാക്കപ്പെട്ട ഒരു അതിമനോഹരമായ റോഡാണ്. അപ്പോൾ അതുവഴി നിന്ന് ഈ ഒരു യാത്ര, നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഊട്ടിയും മൈസൂരൊക്കെ പോകുന്ന വഴി നാടുകാണി ചുരം കയറി കഴിഞ്ഞ ഉടനെയുള്ള ചെക്ക് പോസ്റ്റ്. വയനാട്ടിൽ നിന്നും നാടുകാണി വഴി വരുന്ന ആ ഒരു റോഡാണ് റൈറ്റ് സൈഡ് കാണുന്നത്. നമുക്ക് പോകാനുള്ളത് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് ഒരല്പം മുന്നോട്ട് പോയാൽ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ചെറിയ റോഡ്, അതാണ് ദേവാല ഹട്ടിയിലേക്കുള്ള റോഡ്. ഇനി വയനാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇടത്തെ സൈഡിൽ ബോർഡ് കാണാം. ഈ ഒരു ചെറിയ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ദേവാല ഹട്ടിയിൽ എത്തിച്ചേരാൻ പറ്റും. നാടുകാണിയിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമാണ് ദേവാല ഹട്ടിയിലേക്കുള്ള ദൂരം. മനോഹരമായൊരു റൂട്ട്, പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച അതിമനോഹരമായ റൂട്ട്, അതാണ് ദേവാല ഹട്ടി. ഈ റൂട്ടിലൂടെയുള്ള യാത്ര തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്സ്. വാഹനങ്ങളുടെ തിരക്കോ വിസിറ്റേഴ്സിൻ്റെ തിരക്കോ ഒന്നും തന്നെ ഇല്ല. ശാന്തമായ റോഡ്, രണ്ട് സൈഡുകളും വെറും പച്ചപ്പും ഹരിതവും നിറഞ്ഞ മനോഹരമായ റൂട്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തേയിലത്തോട്ടങ്ങളാണ്, രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ, അതിനപ്പുറത്ത് മലനിരകൾ. നമുക്ക് പോകുമ്പോൾ കാണാനുള്ള ആ ഒരു വ്യൂ പോയിൻ്റാണ് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ കാണുന്നത്. ആ ഒരു വ്യൂ പോയിന്റിലേക്ക് നടന്ന് കയറി പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് അത് കാണിച്ചു തരാം ഈ വീഡിയോയുടെ ലാസ്റ്റ്. അതിന് മേലോട്ട് അത്യാവശ്യം നല്ലൊരു ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ട്രക്കിംഗ് ഒക്കെ ചെയ്ത് അതിന് മേലെ കയറിയാൽ ഈ ഒരു ഏരിയ മൊത്തമുള്ള വ്യൂ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നും ഒന്നുകൂടി മനോഹരമായിട്ട് കാണാം. നീലഗിരി മലനിരകളാണ് ആ ദൂരെയായിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് റോഡിൻ്റെ ഒരു സൈഡായിട്ട് കാണുന്നത്. നമ്മൾ വാൾപ്പാറയൊക്കെ പോകുമ്പോൾ കാണുന്ന ഏകദേശം അതുപോലെയുള്ള ഒരു ഫീല്, അതുപോലെയുള്ള റോഡും അതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് സമയത്ത് പോയാലും അധികമായിട്ടുള്ള വെയിലോ ചൂടോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകാറില്ല. ഇവിടെയാണ് കേട്ടോ ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ വരുന്നത്. ഇവിടെ പാർക്കിങ്ങിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല, ചെറിയ റോഡുമാണ്. റോഡിൻ്റെ സൈഡിൽ സ്ഥലം ഉള്ളതിനനുസരിച്ച് ഒതുക്കി വെച്ചോണം. പിന്നെ ഒരുപാട് ബൈക്ക് റൈഡേഴ്സൊക്കെ ഈ ഒരു റൂട്ടിലൂടെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്ക് റൈഡിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു റൂട്ടാണ് ഈ ഒരു റൂട്ട്. നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് മുകളിലോട്ട് നടന്നു പോയിട്ടാണ്. അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, കുറേ കുട്ടികളും കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് വ്യൂ പോയിൻ്റിൻ്റെ മുകളിലേക്ക് നടന്നു പോകാൻ. ആ ഒരു മലൻ്റെ ഏറ്റവും മുകളിൽ വരെ പോകാൻ കഴിയും നമുക്ക്. അതിൻ്റെ മുകളിൽ നിന്ന് മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് ഒരുമിച്ച് കാണാം, അടിപൊളിയായിരിക്കും. ഈ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഈ വണ്ടി പോകുന്ന സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വാൾപ്പാറയാണെന്ന് തോന്നിപ്പോകും. അത്രക്കും മനോഹരമായ വാൾപ്പാറയിൽ നമ്മൾ കാണുന്ന അതേ റോഡും അതേ ഒരു സീനറിയും ആ മലനിരകളും എല്ലാം ആണ് ഇവിടെ ഉള്ളത്. ഇത് ദേവാലഹട്ടി. ദേവാലഹട്ടി എന്നുള്ള ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിൽ നിന്ന് വയനാട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂരിൽ നിന്ന് ഈ ഒരു ചെറിയ റോട്ടിൽ കൂടെ പോകുന്ന നല്ലൊരു വ്യൂ ആണ്. ഒരു സൈഡ് ഒരു ഓവാലി ടൈപ്പ് വ്യൂ ആണ്, അങ്ങോട്ട് ഫുള്ള് മലകളും മറ്റുമായിട്ട്. ഇങ്ങോട്ട് പുറത്ത് മലയിലാണെങ്കിൽ കംപ്ലീറ്റ് ട്രക്കിങ്.
ഒരു 2 കിലോമീറ്ററോളം നടന്ന് മുകളിൽ കയറിയാൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്, വ്യൂ പോയിന്റ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചർ ട്രക്കിംഗ് ആട്ടോ. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു അടിപൊളി റൂട്ടാണ്. കുറേ അധികം മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദേവാലയ ഹട്ടിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് ഒരുമിച്ച് കാണാം. പിന്നെ റൂട്ടും തന്നെ അടിപൊളി റൂട്ടാണ്, തേയിലത്തോട്ടങ്ങളാണ് 2 സൈഡും. പിന്നെ നല്ല മനോഹരമായ റൂട്ട്, അടിപൊളി റോഡ് കുറച്ച് വീതി കുറവാണ്, പക്ഷേ ഇതിലൂടെ യാത്ര ചെയ്യാൻ നല്ലൊരു ഫീലാണ്. പ്രത്യേകിച്ചും വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ സമയത്തൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല തണുപ്പും അതുപോലെ ചെറിയ കോടമഞ്ഞും ചാറ്റൽ മഴയും എല്ലാമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ഈ ഒരു സ്പോട്ട് അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നാടുകാണി ചുരം കയറിയുള്ളവരെ തന്നെയാണ് ഈ റൂട്ടിലൂടെ തിരിയാനുള്ളത്. ഇനി അടുത്ത പ്രാവശ്യം ഊട്ടി മൈസൂരൊക്കെ പോകുമ്പോൾ ഈ ഒരു റൂട്ടിലൂടെ പോയി നോക്കുക. അത്രയ്ക്കും മനോഹരമായ റോഡാണ്, മലൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ ബൈക്ക് റൈഡിങ്ങിനൊക്കെ പറ്റിയ ഒരു മനോഹരമായ റൂട്ട് കൂടി ഉണ്ട്. ഇത് നമ്മുടെ കാർ കൊണ്ടൊക്കെ വരുന്നതിലേറെ അപേക്ഷിച്ച് ബൈക്ക് കൊണ്ട് വരുമ്പോൾ ഈ ഒരു റൂട്ടിലൂടെ ഒന്നുകൂടി നന്നാകുക. അത്രക്കും ബെറ്റർ റൂട്ടാണ്, ബൈക്ക് റൈഡിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ദേവാലയ ഹട്ടിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അധികമാരും അറിയപ്പെടാത്ത പുതിയൊരു സ്ഥലവും പുതിയ ഒരുപാട് കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം.